നമസ്കാരമുണ്ട്. എന്നെ തല്ലണ്ട മാവ ഞാൻ നന്നാവൂല, മണ്ണിലടിയും വരെ ഞാൻ നന്നാവൂല. നിവിൻ പോളി ഒരു സിനിമയിൽ പാടി നമ്മൾ കണ്ടിട്ടുണ്ട്. പി സി ജോർജിനെ ഉദ്ദേശിച്ചാണോ ഈ പാട്ട് എഴുതിയത്, പാടിയത് എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകും പുള്ളിയുടെ ഓരോ പ്രകടനങ്ങൾ കണ്ട. പി സി ജോർജിനെ കുറിച്ച് കേരളത്തിൽ എല്ലാവർക്കും അറിയാം. രാഷ്ട്രീയ ഭിക്ഷാന്തകിയായി രാഷ്ട്രീയ പ്രഹസനമായുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതം ഇപ്പോഴും തുടരുകയാണ്. ജോസഫിനോടൊപ്പമായിരുന്നു, അത് കഴിഞ്ഞ് എൽ ഡി എഫിൻ്റെ ഭാഗമായിരുന്നു, അവിടെ നിന്ന് കയ്യിരിപ്പുണ്ട് പുറത്തായി, സെക്കുലർ രൂപീകരിക്കുന്നു, കുറേ കാലം യു ഡി എഫിൽ നിൽക്കുന്നു, അത് കഴിഞ്ഞ് മാണി സാറിനോടൊപ്പം ചേരുന്നു, അവിടെ നിന്നും അടികൂടി ഇറങ്ങുന്നു. ഒരു ഗതിയും പരഗതിയുമില്ലാതെ ഇപ്പോൾ ബി ജെ പിയുടെ ഭാഗമാണ്. സ്വയം ബി ജെ പി ആയി പ്രഖ്യാപിച്ച് കേരളത്തിലെ ഒരു സാധാരണ ബി ജെ പിക്കാരനെക്കാളും വലിയ ബി ജെ പിക്കാരനാണ് എന്ന് തെളിയിക്കാനുള്ള വെപ്രാളത്തിലാണ് പി സി എന്ന് തോന്നും. കാരണം അതുപോലെയാണ് ഇപ്പോൾ ഈ ഇതര സമുദായങ്ങൾ അധിക്ഷേപിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ വാക്കുകൾ പുറത്തു വരുന്നത്. നമുക്കറിയാം, ഈ വെണ്ണല പ്രസംഗം, അതിൻ്റെ പേരിൽ പി സി ജോർജ് അകത്താവുന്നു. അങ്ങനെ അകത്താവുമ്പോൾ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ജയിലിലേക്കുള്ള ആ യാത്രയിലാണ് മനസ്സിലായത് ഇതൊരു നല്ല അവസരമാണെന്ന് പി സി ജോർജിന് തോന്നിയത്. കാരണം വഴി നീളെ ആളുകൾ തടഞ്ഞു നിർത്തി സ്വീകരണം കൊടുക്കുക, അല്ലെങ്കിലും അമ്മയെ തല്ലിയാലും 2 വർഷമുള്ള ഈ നാട്ടിൽ പി സി ജോർജിനെ അനുകൂലിക്കാനും പി സി ജോർജ് എന്ന് പറയുന്നത് ശരിയാണെന്ന് പറയാനും ഒക്കെ ആളുകളുണ്ടാകും, സ്വാഭാവികമാണ്. പക്ഷേ പി സി ജോർജ് ഇതൊരവസരമായി കണ്ടു എന്ന് വേണം കരുതാൻ. അവിടെ നിന്ന് എങ്ങനെയെങ്കിലും ജാമ്യത്തിലേക്ക് ഇറങ്ങി ഒരു ടെലിവിഷൻ ചർച്ചയിൽ വീണ്ടും ഇതുപോലെ തന്നെ മുസ്ലിം സമുദായത്തെ അധിക്ഷേപിച്ചുള്ള പ്രസ്താവന വന്നു. അതിൻ്റെ പേരിൽ വീണ്ടും ഇത്തവണ പക്ഷേ ജഡ്ജിയുടെ പെട്ടിലെത്തിയപ്പോൾ നെഞ്ചുവേദന, വയറുവേദന എന്നൊക്കെ പറഞ്ഞ് ആശുപത്രിയിലായി, ECG വേരിയേഷൻ എന്നൊക്കെ പറഞ്ഞ് പിന്നെ വീൽ ചെയറായി, ബഹളമായി, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ചെന്നതാണ്. പക്ഷേ അവിടെ ചെന്നപ്പോഴത്തേക്ക് വയ്യ അവശത, അവിടെ നിന്നും ജാമ്യം കിട്ടി. അങ്ങനെ ആ ജാമ്യത്തിൻ്റെ മുകളിൽ നിൽക്കുമ്പോൾ വീണ്ടും പി സി ജോർജ് അധിക്ഷേപിച്ചിരിക്കുകയാണ് മുസ്ലിം സമുദായത്തെ. അതായത് ഇല്ല എന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പാർലമെൻറ്റിൽ തന്നെ വ്യക്തമാക്കിയ ലവ് ജിഹാദാണ് പി സി ജോർജ് വീണ്ടും വിഷയമാക്കിയിരിക്കുന്നത്. ഒന്നില്ല, മീനച്ചൽ താലൂക്കിൽ നിന്ന് മാത്രം 400 പെൺകുട്ടികളെയാണ് ഇത്തരത്തിൽ ലവ് ജിഹാദ് വഴി ഇവിടെ നിന്ന് കൊണ്ടുപോയേക്കുന്നത്. എങ്ങോട്ട് കൊണ്ടുപോയെന്ന് വെച്ചാൽ വല്ല കണക്കുണ്ടെന്ന് വെച്ചാൽ അവിടെ പറഞ്ഞു, ഇവിടെ പറഞ്ഞു, അവിടെ കേട്ടു എന്നൊക്കെയാണ് പറയുന്നത്. ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ എന്തേലും വായിന്ന് ഇങ്ങനെ വിളമ്പുമ്പോൾ മിനിമം ആളുകൾ വിശ്വസിക്കുന്ന ഒരു കണക്കെങ്കിലും വേണ്ടേ പി സി എന്ന് നാട്ടുകാർ ചോദിച്ചാൽ പുള്ളിക്ക് അതൊന്നും ഒരു കുലുക്കവേ അല്ല. 400ഓളം കുഞ്ഞുങ്ങളാണ് ലവ് ജിഹാദിലൂടെ നമുക്ക് നഷ്ടപ്പെട്ട മീനച്ചൽ താലൂക്ക് മാത്രം. എത്രത്തെ തിരിച്ചു കിട്ടി? 41 തിരിച്ചു. സമയക്കുള്ള ചരിത്രത്തിലേക്ക് കിടക്കുന്നില്ല. ഞാനിത് അനുഭവിച്ചുകൊണ്ടിരിക്കുക. അതിന് എനിക്കറിയാൻ വേദനിക്കുന്ന അനുഭവങ്ങൾ. ഇത്രയൊക്കെ പറയാൻ എന്താണ് കാരണം എന്ന് ചോദിച്ചാൽ പുള്ളി ഇപ്പോൾ ബി ജെ പി ആണല്ലോ എന്ന് നമുക്ക് ആദ്യം പറയാം. നേരത്തെ പറഞ്ഞ പോലെ ബി ജെ പിക്കാരെക്കാളും വലിയ ബി ജെ പിക്കാരനാണ് എന്ന് തെളിയിക്കാനുള്ള ഓട്ടത്തിലാണ് പി സി എന്ന് പറഞ്ഞല്ലോ. പക്ഷേ കുറച്ചു കാലം മുമ്പ് വരെ ഈ പറയുന്ന പി സിയുടെ തട്ടകമായ പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിലെ കിരീടം വയ്ക്കാത്ത രാജാവായിരുന്നു പി സി ജോർജ്. അന്ന് ഈരാറ്റുപേട്ടയിലും പരിസരത്തുമുള്ള സകല മുസ്ലിം സംഘടനകളുടെ പരിപാടികളിലും പള്ളികളിലെ പരിപാടികളിലും നേർച്ചകളിലും എല്ലാം പി സി ജോർജ് വളരെ സജീവമാണ്. ഖുർആൻ വചനങ്ങൾ നിരന്തരം ഉരുവിടുന്ന, മുസ്ലിം സമുദായത്തോടൊപ്പം തോളിൽ കൈയിട്ട് നടക്കുന്ന, അവിടുത്തെ സമുദായങ്ങളുമായി അത്ര കീഴിൽ ചേർന്ന പി സി ജോർജിനെ ഞാനടക്കമുള്ള ഒരുപാട് മാധ്യമപ്രവർത്തകർ കണ്ടിട്ടുള്ളതാണ്. എങ്ങനെയാണ് പി സി ജോർജും അവിടെയുള്ള മുസ്ലിം സമുദായത്തിൻ്റെ സഹോദരന്മാരുമായി തെറ്റുന്നത് എന്നു മുതലാണ് പി സി ജോർജിന് മുസ്ലിം സമുദായം തൊട്ടുകൂടാത്തവരായി മാറിയത് എന്നുള്ള ചോദ്യങ്ങൾ അവർ തന്നെ ചോദിക്കുന്നുണ്ട്. അതിനുള്ള കാരണങ്ങളും കാര്യങ്ങളുമെല്ലാം നാട്ടുകാർക്ക് അറിയുകയും ചെയ്യാം. വളരെ പെട്ടെന്നാണ് ഒരു ഇലക്ഷൻ തോൽവിയോട് പി സി ജോർജ് അവരുടെ നിന്നും ആ പ്രദേശത്തു നിന്നും അകലുന്നത്, മുസ്ലിം സമുദായവുമായി കടുത്ത ഭിന്നതയിലാകുന്നത്, കിട്ടുന്നിടത്തെല്ലാം വെച്ച് ഇത്തരത്തിൽ സമുദായ സ്പർദ്ധ ഉണ്ടാക്കുന്ന വാക്കുകൾ പറഞ്ഞു തുടങ്ങിയത് എന്നൊക്കെ മലയാളി കണ്ടതാണ്. നേരത്തെ പറഞ്ഞ പോലെ പി സി ജോർജിനെ അനുകൂലിക്കാനും പി സി ജോർജ് പറയുന്നത് ശരിയാണെന്ന് പറയാനുമൊക്കെ കേരളത്തിലെ ആളുകളുണ്ട്, സ്വാഭാവികമാണ്. പക്ഷേ ഇല്ല എന്ന് നിരന്തരം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും കേരള സർക്കാരും ഇവിടുത്തെ പോലീസും കോടതിയും എല്ലാം വ്യക്തമാക്കി കഴിഞ്ഞ സാധനമാണ് ഈ ലവ് ജിഹാദ് എന്നത്. അത് ആരുടെ ഭാഷയിൽ ആരുടെ മനസ്സിൽ ഉദിച്ച സങ്കല്പമാണെങ്കിലും അത്തരത്തിലൊരു സംഭവമേ ഇല്ല. 2 മനുഷ്യർ തമ്മിൽ കാണുന്നതും അല്ലെങ്കിൽ 2 മനുഷ്യർ തമ്മിൽ ഇഷ്ടപ്പെടുന്നതുമെല്ലാം ലവ് ജിഹാദാണ് എന്ന് പറഞ്ഞു തുടങ്ങിയാൽ എവിടെ ചെന്ന് അവസാനിക്കും കാര്യങ്ങൾ? കേരളത്തിലാണെങ്കിൽ ഇപ്പോൾ ഈ കാടിറങ്ങി വരുന്ന വന്യമൃഗങ്ങൾ സൃഷ്ടിക്കുന്ന ഭീഷണി ചില്ലറയല്ല.
മനുഷ്യൻ്റെ കൃഷിയും സ്വൈര്യ ജീവിതവും എല്ലാം തകർക്കുന്ന തരത്തിലാണ് വന്യമൃഗങ്ങളുടെ പെരുമാറ്റം. PC ജോർജിൻ്റെ പെരുമാറ്റവും ഏതാണ്ട് അതുപോലെ തന്നെയാണ്. കാടിറങ്ങുന്ന വന്യമൃഗങ്ങൾ സൃഷ്ടിക്കുന്ന ഭീഷണിയും PC ജോർജ് ഉണ്ടാക്കുന്ന ശല്യവും കേരളം പ്രത്യേകം ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. ഇതിപ്പോൾ കൃഷി നശിപ്പിക്കുന്ന പന്നി വല്ലണമെങ്കിൽ വെടിവെച്ചെങ്കിലും കൊല്ലാം. ഇതിന് എന്ത് ചെയ്യും എന്നാണ് ആളുകൾ ചോദിക്കുന്നത്. കാരണം കോടതി കയറി ഇറങ്ങി കോടതി ജാമ്യം കൊടുക്കും, ആ ജാമ്യം മേടിച്ച് വെളിയിറങ്ങി വന്ന് ഇമാതിരി വർത്തമാനം പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു അടിസ്ഥാനവുമില്ലാത്ത ഇത്തരം കാര്യങ്ങൾ PC ജോർജ് ആദ്യമല്ല ഇത്തരത്തിലുള്ള അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങൾ പറയുന്നത്. ഇത്തരത്തിലുള്ള ഭാഷാപ്രയോഗങ്ങളും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വർത്തമാനവും കൊണ്ട് തന്നെയാണ് ഒരിടത്തും രാഷ്ട്രീയമായി ഒരു അഭയം കിട്ടാതെ ഗതികിട്ടാപ്രദമായി ഇപ്പോഴും അലയുന്നത്. ഒരു കാലത്ത് കേരളം ശ്രദ്ധയോടെ കണ്ടിരുന്ന നേതാവാണ് PC ജോർജ്. ഇപ്പോൾ ശ്രദ്ധ കിട്ടണമെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയണം എന്നുള്ള അവസ്ഥയിലേക്ക് PC ജോർജ് മാറി. ദയവ് ചെയ്ത് സമാധാനപരമായി വലിയ കുഴപ്പമില്ലാതെ പോകുന്ന ഈ സമൂഹത്തിലെ ഈ അന്തരീക്ഷത്തിന് പ്രശ്നങ്ങളുണ്ടാക്കുന്ന തരത്തിൽ, ബോധപൂർവം പ്രശ്നങ്ങളുണ്ടാകുന്ന തരത്തിൽ ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ പെരുമാറരുത് എന്ന് മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. സർക്കാരും കോടതിയും നിയമ സംവിധാനങ്ങളുമെല്ലാം ശ്രദ്ധയോടെ ഇത് കാണുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. എപ്പോഴും ഇതുപോലെ നെഞ്ചുവേദന വരുന്ന പോലെ അഭിനയിക്കേണ്ടി വരില്ല. കോടതിയിലൊക്കെ നിരന്തരം കേസുകളുണ്ടാകുമ്പോൾ മിക്കവാറും PC ജോർജിന് വേണ്ടി കേരളത്തിലൊരു ബെഞ്ച് തന്നെ സ്ഥാപിക്കേണ്ടി വരും എന്നുള്ള പേടിയിലാണ് ഞാനടക്കമുള്ളവർ. പിന്നെ ലവ് ജിഹാദിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞതുപോലെ ഇത്തരമൊരു സംഭവമില്ല എന്ന് പലതവണ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അടക്കം വ്യക്തമാക്കിയതാണ്. ഒരു മുസ്ലിം യുവാവ് ഇതര മതത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയെ പ്രേമിച്ചാൽ മാത്രമേ ലവ് ജിഹാദ് ആവുകയുള്ളൂ. PC ഒരു ക്രിസ്ത്യൻ യുവാവ് ഒരു ഹിന്ദു പെൺകുട്ടിയെ പ്രേമിച്ചാൽ, കല്യാണം കഴിച്ചാൽ അതെന്ത് ജിഹാദാണ്? പോട്ടെ, ഒരു മുസ്ലിം പെൺകുട്ടി ഇതര സമുദായത്തിൽപ്പെട്ട ഒരു യുവാവിനെ സ്നേഹിച്ചാൽ, കല്യാണം കഴിച്ചാൽ അതിനെ എന്താണ് വിളിക്കേണ്ടത്? മനുഷ്യന്മാരാണ്. സ്നേഹവും വിവാഹവും ഒക്കെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. അവരെയൊക്കെ അവരെ വഴിക്ക് വിട്ട് ആ നാക്കം വച്ച് അടങ്ങി ഒതുങ്ങിയിരിക്കുക എന്നുള്ളതാണ് ചെയ്യാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് കേരള സമൂഹത്തോട് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ല കാര്യം. ദയവ് ചെയ്ത് അതിനുള്ള മനസ്സുണ്ടാകണം എന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു. കാണാം.